അയൽക്കാരനായ നവീൻ എന്നയാളുടെ കിണർ ഇടിഞ്ഞു വീണാണ് കൃഷ്ണയുടെ വീട് അപകടാവസ്ഥയിലായത്. കിണറിന് സമീപത്തു കൂടി കടന്നുപോകുന്ന റോഡിൽ മഴക്കാലമായതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പതിവായിരുന്നു. ഇങ്ങനെ അമിതമായി കിണറിനു ചുറ്റും വെള്ളം കെട്ടിനിന്നതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയത്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രദേശം. കിണറിന് സമീപത്തുള്ള റോഡിൽ വെള്ളം കടന്നുപോകുവാൻ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണമെന്ന് നേരത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇത് പാലിക്കാത്തതാണ് കിണർ ഇടിഞ്ഞു വീണ് തന്റെ വീട് അപകടാവസ്ഥയിലാകുവാൻ കാരണമായതെന്ന് കൃഷ്ണ പറയുന്നു. മഴയെ തുടർന്ന് വെള്ളം കെട്ടി നിൽക്കുന്നത് ആശങ്കയോടെയാണ് കൃഷ്ണയുടെ വീട്ടുകാർ കാണുന്നത്. ഏത് സമയവും ഇടിഞ്ഞു വീണേക്കുവാൻ സാധ്യതയുള്ള വീടും നോക്കി വേദനയോടെ കഴിയുകയാണ് ഈ കുടുംബം. കിണർ നികത്തുവാനും താൽക്കാലിക ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുവാനും വൻതുക ചിലവഴിക്കണം. അതിനാൽ തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് കൃഷ്ണ. പഞ്ചായത്തിൽ നിർമ്മിച്ച റോഡിൽ അവർ പഞ്ചായത്തിൻ്റെ ഓർമ്മ ഞാൻ ഡാമർ ഇട്ടിട്ട് നമുക്ക് അവരെല്ലാം മണ്ണെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ജെല്ലെല്ലാം ഇട്ട് അവർ റോഡാക്കിയിട്ട് അതിനെ അവർ വീണ്ടും ആ കണിനെ ശരിയാക്കിയെത്തത് കൊണ്ട് ഇങ്ങനെ വെള്ളമായി അവരെ ഗ്രൗണ്ടിലുള്ള സ്ഥലത്തേക്ക് പോയി അതിന് നെക്സ്റ്റ് എൻ്റെ വീട്ടിൻ്റെ സ്ഥലത്തേക്ക് വന്ന് അത് പിന്നെ ഇവരെ കിണറിൻ്റെ ഇവിടേക്ക് പോയി. അങ്ങനെയാണ് അത് അവസാനം 2-3 പ്രാവശ്യം പഞ്ചായത്ത് അടുത്ത് പറഞ്ഞിട്ട് അവരൊന്നും നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് ഇങ്ങനെ വരാൻ തയ്യാറാണ്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞിനി, അതിന് മുമ്പത്തെ കൊല്ലം പറഞ്ഞിനി. അവർ പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാനേ ഉണ്ടാക്കി, അതിന് മുമ്പത്തെ കൊല്ലം ഞാൻ റോഡ് ശരിയാക്കി അതിനുള്ളതായത്. അതുകൊണ്ടാണ് ഇത് പഞ്ചായത്ത് ശ്രദ്ധ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം. വിവരമറിഞ്ഞ് പഞ്ചായത്ത് മെമ്പറും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. അധികൃതർ എന്തെങ്കിലും രീതിയിലുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.